എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് വെസ്റ്റ് ഏഷ്യ വാർ നിൽക്കാൻ പോവുകയാണ്. 14 ദിവസത്തെ ട്രൂസ് വെടിനിർത്തൽ, അതേപോലെ തന്നെ ലെബനനും ഇസ്രായേലുമായിട്ട് അവർ വെടിനിർത്തൽ കരാറിലോട്ട് വന്നു. അതിൻ്റെ അകത്ത് ഹിസ്ബുള്ളയും പാർട്ടാവുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് കാര്യമായ പാർട്ടൊന്നും ഹിസ്ബുള്ളയില്ല. പക്ഷെ പിന്നീട് കാര്യങ്ങൾ ഓരോന്നായിട്ട് യു-ടേണായിട്ട് തകിടം മറിഞ്ഞു. ഹോർമസ് തുറന്നു കൊടുത്തു ഇറാൻ. ഇറാൻ 2 ദിവസം മുമ്പ് ഹോർമസ് പൂർണ്ണമായിട്ടും അടച്ചു. അതിനുശേഷം അത് അവരുടെ ആഹ്വാനം വയലേറ്റ് ചെയ്തു എന്നും പറഞ്ഞ് ഇന്ത്യൻ വെസൽസിനെതിരെ അവർ ഫയർ ചെയ്തു. ഇന്നലത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അമേരിക്ക ഇറാന്റെ ഷിപ്പ് പിടിച്ചെടുത്തു, ഒരു കാർഗോ ഷിപ്പ്. മനസ്സിലാക്കുക, ഈ ട്രൂസ് വന്നപ്പോൾ പോലും പാകിസ്ഥാനിൽ നിന്ന് അവസാനം പാകിസ്ഥാൻ ആർമി ചീഫ് ആസിം മുനീർ ഉണ്ടാക്കിയ ട്രൂസുമായി ബന്ധപ്പെട്ട് ഇറാന്റെ മുകളിൽ അമേരിക്കയുടെ ഉപരോധം, അതായത് എക്കണോമിക് ബ്ലോക്കേഡും അവരുടെ പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഷിപ്പുകൾക്ക് അവിടെ പോകാൻ പറ്റില്ല, അത് തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 5000 കോടിയോളമാണ് ഒരു ദിവസം ഇറാന് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഇറാനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ച കാര്യം, എണ്ണയുടെ വെസലല്ല അങ്ങോട്ട് അവരുടെ പോർട്ടിലോട്ട് പോകാനിരുന്നത്. അതായത് ആഹാരവും മറ്റു പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്ന വളരെ സുപ്രധാനമായ ഒരു കാർഗോ ഷിപ്പ്, ഇറാനിയൻ ഫ്ലാഗ് ഉള്ള കാർഗോ ഷിപ്പ് ഇറാന്റെ മേഖലയിലോട്ട് പോകാൻ സമയത്ത് അമേരിക്ക അത് പിടിച്ചെടുക്കുക, അതിനെ ഫയർ ചെയ്യുകയും ചെയ്തു. 6 മണിക്കൂർ ഡെഡ് ലൈൻ കൊടുത്തു. അവസാനം അമേരിക്ക അതിനെ പിടിച്ചെടുത്തു. ഇപ്പോൾ പാകിസ്ഥാനിലോട്ട് എത്താൻ പോവുകയാണ് JD വാൻസും സ്റ്റീഫൻ വിറ്റ്കോഫും ജെറാഡ് കുഷ്നറും, അതായത് അമേരിക്കൻ ഡെലിഗേറ്റ്സ്, വീണ്ടും 2nd റൗണ്ട് ഓഫ് ടോക്സിന് വേണ്ടി. ഇറാൻ ആ ടോക്സ് പൂർണ്ണമായിട്ടും ബോയ്ക്കോട്ട് ചെയ്തു എന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നിടം വരെ അറിയുവാൻ സാധിച്ചത്. ഇറാൻ പറയുന്നത് അമേരിക്കയുടെ പല കണ്ടീഷനും വളരെ എക്സസീവായിട്ടുള്ള കണ്ടീഷനാണ്, ഈ കണ്ടീഷനുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല. അമേരിക്ക പറഞ്ഞേക്കുന്നത് ഏകദേശം 20 വർഷത്തോളം ഇറാന്റെ എൻറിച്ച് യുറേനിയം നിർത്തണം, അതുമല്ല അവരെത്രമാത്രം അവരുടെ കയ്യിലുണ്ട് അത് ട്രാൻസ്ഫർ ചെയ്യണം. ഇതൊക്കെ പരമാവധി കണ്ടീഷനെല്ലാം അംഗീകരിച്ചാണ്. ബേസിക്കലി ഈ സംഭവങ്ങളെല്ലാം ഇറാനി വന്നു കഴിഞ്ഞപ്പോൾ IRGCക്കകത്ത് ഉടക്കായി. അവർ പറഞ്ഞു ഇത്രയും 40 വർഷത്തോളം ഇറാന്റെ കണ്ടീഷനിലുണ്ടായിരുന്ന പല സോവറൈനായിട്ടുള്ള പലതും കൊണ്ടുപോയി സറണ്ടർ ചെയ്യുകയാണ് അമേരിക്കയ്ക്ക്. അപ്പം എന്തിനാണ് ഇങ്ങനൊരു പോക്ക് പോകുന്നത്? അതായത് ഇറാനിയൻ ഭരണകൂടത്തിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, പഴയ ആൾക്കാർ, ബാക്കിയുള്ളവരെല്ലാം കൊല്ലപ്പെട്ടു. അപ്പോൾ IRGCയും ഇറാനിയൻ ഭരണകൂടവുമായിട്ട് 2 വെർട്ടിക്കൽ ലൈൻ. അപ്പം അതിൻ്റെ പേരിലാണ് IRGCയെ പൂർണ്ണമായിട്ടും പിണക്കണ്ട, അതിൻ്റെ പേരിലാണ് ഇറാൻ 2nd റൗണ്ട് ഓഫ് ടോക്സിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നാണ് പല ഇൻ്റർനാഷണൽ മീഡിയയും പറഞ്ഞ് അറിയാൻ സാധിച്ചത്. അതായത് ഈ ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്യുകയും ഹോർമുസ് വീണ്ടും തുറക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അമേരിക്ക ഇതിൻ്റെ 2nd ഫേസ് ഓഫ് വാറിലോട്ട് അങ്ങ് പോകും. ആ 2nd ഫേസ് ഓഫ് വാർ എന്ന് പറയുന്നത് അതിനു വേണ്ടി പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ ചുമതല എന്ന് പറയുന്നത്. അവർ ടോക്സിന് പോയി. അമേരിക്കൻ വൈസ് പ്രസിഡന്റും ടീമുമാണ് പാകിസ്ഥാനി ടോക്സിന് പോയത്. അവരവിടെ കാത്തിരുന്നു. ഇറാനിയൻ ഭരണകൂടത്തിലെ ആൾക്കാർ ആ ടോക്സിന് വന്നില്ല. അതായത് ഗ്ലോബലായിട്ട് മുഴുവനും ആ രീതിയിലോട്ടൊരു PR-ലോട്ടങ്ങ് പോകും. അതായത് ഇറാന് താല്പര്യമില്ല ഒരു ടോക്സ് നടത്തി ഒരു വെടിനിർത്തൽ ഉണ്ടാക്കുവാൻ. അമേരിക്ക തയ്യാറാണ്, ഏത് രീതിയിലും ഒരു സീസ് ഫയറും വെടിനിർത്തൽ, ഒരു പീസ് ടോക്സിന് തയ്യാറാണ്. ഗൾഫ് രാജ്യങ്ങളും തയ്യാറാണ്. പക്ഷെ ഇറാൻ തയ്യാറല്ല. അപ്പം എന്താണ് ഞങ്ങൾ അടുത്ത വഴി ചെയ്യേണ്ടത്? ഇത് ലോകത്തോടും മറ്റുള്ള രാജ്യങ്ങളോടും കൺവിൻസ് ചെയ്യുക എന്നുള്ള സംഭവമാണ് ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്നത്. അതിൻ്റെ സംഭവമാണ് അത് ഇറാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും അമേരിക്കൻ വൈസ് പ്രസിഡന്റും കൂട്ടരും പാകിസ്ഥാനിലോട്ട് വരുന്നത്. അതായത് ഗ്ലോബലായിട്ട് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഇന്ത്യയുടെ ഡിപ്ലോമസി സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇന്ത്യയുടെ 2ഓളം വെസൽസാണ് അവർ വെടിവെച്ചത്, ഇറാനിയൻ ബോട്ടുകൾ. മനസ്സിലാക്കുക, ഈ ഇഷ്യൂ ഉണ്ടായ ശേഷം, അതായത് വെസ്റ്റ് ഏഷ്യൻ വാർ ഉണ്ടായ ശേഷം മരറ്റൈം, അതായത് സീ ലെവലിലുള്ള കാർഗോ ഷിപ്പാണെങ്കിലും വെസലാണെങ്കിലും ഇന്ത്യക്കാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. 7ഓളം ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത്.
മറ്റുള്ളൊരു രാജ്യക്കാരനും കൊല്ലപ്പെട്ടില്ല. കാരണം ഇന്ത്യക്കാരാണ് ഈ പറയുന്ന വെസൽസിലൊക്കെ ഏറ്റവും കൂടുതൽ പല ഇന്റർനാഷണൽ മറ്റുള്ള വെസലാണെങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്കാർ ഇതിൻ്റെ അത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അജിത് ഡോവൽ പെട്ടെന്ന് സൗദി അറേബ്യയിലോട്ട് പോയത്? അതിന് വലിയ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യമുണ്ട്. പാകിസ്ഥാന്റെ റോള് വല്ലാതെ കയറി വരുന്നു. അവരൊരു മീഡിയേറ്റർ റോളിലോട്ട് കയറി വരുന്നു. ഒരു ഐക്കോണിക് റോളായിട്ട് ഗ്ലോബലായിട്ട് മാറുന്നു. പാകിസ്ഥാൻ എയർഫോഴ്സ് സൗദി അറേബ്യയിൽ ഡിപ്ലോയ് ചെയ്യുന്നു. അറബ് രാജ്യങ്ങൾ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു, കൂടുതൽ ബന്ധം ദൃഢമാക്കാൻ ശ്രമിക്കുന്നു. സൗദി അറേബ്യ പാകിസ്ഥാൻ 8 ബില്യൻ്റെ സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, കാരണം മീഡിയേറ്റർ റോളുമായി ബന്ധപ്പെട്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യക്ക് പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുമോ എന്നൊരു സന്ദർഭത്തിലാണ് ഇന്ത്യയുടെ NSA അജിത് ഡോവൽ ഈ പറയുന്ന സൗദി അറേബ്യയിലോട്ട് പോയിരിക്കുന്നതും അവിടെ കിങ്ഡവുമായിട്ട് ചർച്ചകൾ നടത്തുന്നത്. ആ ഒരു ഭാഗത്ത് നടക്കുന്നത് അവിടെ നിൽക്കട്ടെ. ഇസ്ലാമാബാദ് ടോക്സ് ഇറാൻ ഫെയിലിയർ ആയുവാണ്. ഇറാൻ വരുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കൻ കണ്ടീഷൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സെക്കൻഡ് ഫേസ് ഓഫ് വാർ എന്ന് പറയുന്നത് ഭയങ്കര ദുർഘടമായിരിക്കും. ചിലപ്പോൾ ഇറാൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ പവർ ഇൻഫ്രാസ്ട്രക്ചറും ബ്രിഡ്ജസും അടിച്ച് ദൂരെ കളയും. മനസ്സിലാക്കൂ, ഇത്രയും നാളും ബ്ലോക്കേഡ് വന്നപ്പോൾ തന്നെ ഇറാനിലത് സാമ്പത്തികമായിട്ട് തളർന്നിരിക്കുന്ന രാജ്യമാണ്. അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ മുഴുവൻ അങ്ങ് ഡിസ്റപ്ഷനാകും. ഈ പറയുന്ന കാർഗോ ഷിപ്പ് ഇപ്പം എടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് അതെല്ലാം ഫുഡും മെറ്റീരിയൽസും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കാത്ത സമയത്ത് അവിടെ ജനങ്ങളുടെ ഉള്ളിലും പ്രശ്നമുണ്ടാകും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇറാനിയൻ പട്ടാളത്തിന് കഴിയുന്നില്ല ഈ അറ്റാക്ക്. അതിൻ്റെ പേരിലാണ് അവിടെയുള്ള ജനങ്ങളെ അവിടുത്തെ ബ്രിഡ്ജിലും പവർ സ്റ്റേഷൻ്റെ മുമ്പിലൊക്കെ അവിടുത്തെ ഭരണകൂടം കൊണ്ടുവരുന്ന IRGC. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ ഗ്ലോബലായിട്ടൊരു അറ്റൻഷൻ കിട്ടും. അവരുടെ പവർ സ്റ്റേഷനെയും ബ്രിഡ്ജസിനെയും അതേപോലെ ഖർഗ് ഐലൻഡിനെയും ഒന്നും അറ്റാക്ക് ചെയ്യത്തുള്ള ധാരണയിലാണ് ഇറാനിയൻ ഗവൺമെൻറ് അത് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അതിനകത്ത് അമേരിക്കയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാൻ്റെ പവർ സ്ട്രക്ചറും പവറും എനർജി പവർ ഇലക്ട്രിസിറ്റി പവർ സ്റ്റേഷനും അതേപോലെ ഡീസാലിനേഷനും മറ്റുള്ള സംഭവം, ഇതൊക്കെ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ വാർ എത്തിക്സിനെതിരാണ് ഈ ഇലക്ട്രിസിറ്റി ജനറേഷനൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ വേറൊരു പോംവഴിയിൽ നിന്ന് ലോക രാജ്യങ്ങൾ തന്നെ അമേരിക്കയോട് ആവശ്യപ്പെടുന്ന രീതിയിലോട്ട് പോവുകയാണ്. കാരണം ഈ സപ്ലൈ ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞ ലോക രാജ്യങ്ങളെ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് ഐസൊലേറ്റഡ് ആയിപ്പോയി. എല്ലാവരും ഇറാനെതിരായി മാറി. അതുകൊണ്ടാണ് ചൈനയും റഷ്യയും വളരെ സൈലൻ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നത്. കാരണം ഈ 2 രാജ്യങ്ങളാണ് ഏറ്റവും, പ്രത്യേകിച്ച് ചൈനയാണ് പറയുന്നത്, അതായത് ഡിസ്കഷനിൽ കൂടെ കാര്യങ്ങൾ പോകാൻ. ഓക്കെ, ഡിസ്കഷനിൽ കൂടെ കാര്യങ്ങൾ പോകുന്നു, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് പോകുന്നു, ഞങ്ങളുടെ ആൾക്കാർ പോകുന്നു. പക്ഷെ അത് ആ ഡിസ്കഷനിലൊന്നും വരുവാൻ ഇറാൻ തയ്യാറാകുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? അടുത്ത പോംവഴി എന്താണ്? അപ്പം അതിനകത്തൊരു പോംവഴി ഇല്ലാതെ വരികയും ഒരു സൊല്യൂഷന് വേണ്ടി ഇറാൻ തയ്യാറാകുകയും ചെയ്യുന്ന അവസരത്തിലോട്ട് വരുന്നില്ല എന്നുള്ള ധാരണ ഈ പറയുന്ന രാജ്യങ്ങൾക്കും ലോകരാജ്യങ്ങൾക്കും വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇറാൻ്റെ ഇലക്ട്രിസിറ്റി ജനറേഷനും ഡീസാലിനേഷനും അവർ ബ്രിഡ്ജുകളെ അറ്റാക്ക് ചെയ്യുക. അത് അറ്റാക്ക് ചെയ്യാൻ മിനിമം ഒരു 1.5 ദിവസം കൊണ്ട് ഈ അറ്റാക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫിനിഷ് ആവും. വന്നു കഴിഞ്ഞ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒന്നുമല്ലാതെ ഈ പറയുന്ന 50 വർഷം 60 വർഷം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഇറാനിയൻ സിവിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഇല്ലാതാകും. അപ്പം ഇതിലോട്ടാണോ പോകുന്നത്? അത് വന്നു കഴിയുമ്പോൾ ഇറാനും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന പറയുന്ന ഈ അറബ് രാജ്യങ്ങൾക്കായിരിക്കും, ഈ പറയുന്ന ഇന്ത്യക്കാരും മലയാളികളുമുള്ള അറബ് രാജ്യങ്ങളിലോട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് വരാനുള്ള 1-2 ദിവസം വളരെ ക്രൂഷ്യലാണ്. ഈ ഡിസ്കഷൻ എങ്ങും എത്തുന്നില്ല എങ്കിലും ഉറപ്പായിട്ട് ഞാൻ പറയാം, ഈ വാർ വലിയ രീതിയിൽ എസ്കലേറ്റ് ചെയ്യും. ഇത് ഗ്ലോബലായിട്ട് ഓരോ ഇൻഡിവിജ്വലിനും പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഈ വാർ ഫർദർ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല.